എല്ലാവർക്കും നമസ്കാരം. സ്കോർ അക്കാഡമിയിലേക്ക് സ്വാഗതം. KCB സബ് എഞ്ചിനീയർ നോട്ടിഫിക്കേഷൻ ഉടനെ പ്രതീക്ഷിക്കാമോ? നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അതിൽ എത്ര വേക്കൻസീസ് ഉണ്ടാകും, എത്ര അപ്പോയിൻമെൻറ്റ്സ് വരെ പോകും, നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ എക്സാം വരെ എത്ര ടൈം കിട്ടും പ്രിപ്പറേഷന് വേണ്ടി, അങ്ങനെ ഒട്ടനവധി ചോദ്യങ്ങളാണ് KCB സബ് എഞ്ചിനീയറുമായി റിലേറ്റ് ചെയ്ത് നമ്മുടെ കുട്ടികൾ മെസ്സേജായും കമൻസായും അതുപോലെ തന്നെ ഡയറക്റ്റ് വിളിച്ചുമൊക്കെ ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയധികം ഒരു എക്സൈറ്റ്മെൻറ്റ് ഈ ഒരു പോസ്റ്റിനെ കുറിച്ച് കേൾക്കുമ്പോൾ കുട്ടികൾക്ക് ഉണ്ടാകുന്നത്? പല കാരണങ്ങളാണ് അല്ലേ. ആദ്യത്തെ കാരണം അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ പോസ്റ്റിൻ്റെ ഗ്ലാമർ തന്നെയാണ് അല്ലേ. അത് KCBയിലെ ഏത് പോസ്റ്റും ആയിക്കോട്ടെ, സബ് എഞ്ചിനീയർ ആയിക്കോട്ടെ, അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ആയിക്കോട്ടെ, ഒരു ഇലക്ട്രിക്കൽ ഗ്രാജുവേറ്റിനോ ഡിപ്ലോമക്കാരനോ കിട്ടാൻ സാധ്യതയുള്ള ഏറ്റവും മികച്ച ജോലിയെന്ന് ഒരു സംശയമില്ലാതെ നമുക്ക് പറയാം. അത് സാലറി വൈസ് ആണെങ്കിലും കരിയർ ഗ്രോത്ത് വൈസ് ആണെങ്കിലും നമുക്കിപ്പോൾ ഒരു സബ് എഞ്ചിനീയറായിട്ട് കയറിയാൽ തന്നെ നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് ചെയ്ത് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ആവാം. കരിയറിലുണ്ടാകുന്ന ഗ്രോത്ത്, അതുപോലെ തന്നെ അതിൻ്റെ പോസ്റ്റിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് നമുക്ക് നമ്മുടെ നാട്ടിൽ നമ്മുടെ സ്വന്തം വീടിൻ്റെ അടുത്ത് കിട്ടാനുള്ള സാധ്യതകൾ ഏറ്റവും കൂടുതലുള്ളൊരു ഡിപ്പാർട്ട്മെൻറ്റാണ് അല്ലേ. അപ്പോൾ അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അപ്പം ഇതെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് പല കുട്ടികൾക്കും ഇത് നേരത്തെ കൂട്ടി പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ ഈ ഒരു എക്സാമിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ഡൗട്ട്സ് എല്ലാം തന്നെ ഞാൻ ക്ലിയർ ചെയ്യാനായിട്ട് ഈ വീഡിയോയിൽ ശ്രമിക്കുന്നുണ്ടാവും. ഒപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് KCB സബ് എഞ്ചിനീയർ കഴിഞ്ഞ തവണ നടന്ന എക്സാമിൻ്റെയും അതിൻ്റെ റാങ്ക് ലിസ്റ്റിൻ്റെയും ഒരു ക്വാളിറ്റേറ്റീവ് അനാലിസിസും ഞാൻ നടത്തുന്നുണ്ടാവും. ഏതൊരു എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പും നിങ്ങളുടേതായ ഒരു ക്വാളിറ്റേറ്റീവ് ഹോംവർക്ക് നിങ്ങൾ നടത്തിയിരിക്കണം. എന്തൊക്കെയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്, ഏത് ലെവൽ ഓഫ് കോമ്പറ്റീഷനാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ വ്യക്തമായി അറിഞ്ഞിട്ട് വേണം ഇതിലേക്ക് എടുത്ത് ചാടാനായിട്ട്. കാരണം ഒരിക്കൽ ആ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ പ്രിപ്പറേഷൻ ജേണി, ആ റാങ്ക് ലിസ്റ്റ് വരെ ജോലി വരെയുള്ള ജേണി എന്ന് പറയുന്നത് ഈസി ആയിരിക്കും. നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാവും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ശ്രമിക്കുന്നുണ്ടാവും. ആദ്യം തന്നെ സെഷൻ ഹൈലൈറ്റ്സ് ഞാനൊന്ന് കാണിക്കാം. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞോളൂ, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ട് എന്ന് പറയുന്നത് ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ആണ്. ഒപ്പം ഞാൻ ഇനി വരാൻ പോകുന്ന ഡിപ്ലോമ ലെവൽ നോട്ടിഫിക്കേഷൻസ് ഏതൊക്കെയാണെന്ന് ഞാനൊന്ന് മെൻഷൻ ചെയ്യുന്നുണ്ടാവും. ഒപ്പം നമുക്ക് ഈ എക്സാമിന് വേണ്ടി എന്ത് എക്സ്പെക്റ്റ് ചെയ്യണം, സിലബസ് എങ്ങനെയായിരിക്കും, പ്രിപ്പറേഷൻ എങ്ങനെയാണ് നടത്തേണ്ടത്, എല്ലാ ഡീറ്റെയിൽസും പറയുന്നുണ്ടാവും. ആദ്യം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് നമ്മുടെ ക്വാളിറ്റേറ്റീവ് അനാലിസിസിലേക്ക് പോകാം. ഈ 2023 നിലവിൽ വന്ന റാങ്ക് ലിസ്റ്റിൻ്റെ ഒരു ക്വാളിറ്റേറ്റീവ് അനാലിസിസ്. ഇനി കഴിഞ്ഞ തവണ ഈ എക്സാമിനെ കുറിച്ച് അറിയാത്തവർ അല്ലെങ്കിൽ ആദ്യമായിട്ട് ഈ എക്സാമിന് എലിജിബിൾ ആയവർ, ഇപ്പോൾ ഫ്രഷേഴ്സ് ആയിട്ടുള്ളവർ, കഴിഞ്ഞ തവണ എക്സാം എഴുതാൻ പറ്റാത്തവർക്ക് വേണ്ടി ഞാൻ കഴിഞ്ഞ തവണത്തെ നോട്ടിഫിക്കേഷൻ ഒന്ന് കാണിക്കാം. കഴിഞ്ഞ തവണത്തെ നോട്ടിഫിക്കേഷൻ ഇതായിരുന്നു കാറ്റഗറി നമ്പർ, ഇതെല്ലാം നെറ്റിൽ അവൈലബിൾ ആണ്. ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ ക്വാളിറ്റേറ്റീവ് അനാലിസിസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു എക്സാമിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നോട്ടിഫിക്കേഷൻ വരുമ്പോഴും അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നോട്ടിഫിക്കേഷൻ വരുന്നത് തൊട്ട് എങ്ങനെയാണ് നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് തൊട്ട് നിങ്ങളുടെ ഈ പറയുന്ന ജേർണി സ്റ്റാർട്ട് ചെയ്യുകയാണ് PSC. അത് എത്തി നിൽക്കുന്നത് നിങ്ങൾക്ക് ജോലി കിട്ടുന്നത് വരെ ആ ജേർണി നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജേർണിയാണ്. പക്ഷേ അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രതിസന്ധികൾ വരും, ഒരുപാട് കൺഫ്യൂഷൻസ് വരും, ഒരുപാട് സെൽഫ് ഡൗട്ട് വരും. ഇതെല്ലാം ഓവർകം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് തുടക്കത്തിലേ സാധിക്കും. അത് സാധിക്കണമെങ്കിൽ ഈ പറയുന്ന ഒരു അനാലിസിസ് നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. നമുക്ക് അതിലേക്ക് പോകാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ തവണത്തെ കാറ്റഗറി നമ്പർ 553/2021 ആയിരുന്നു. ഇത് നിങ്ങൾക്ക് നോക്കാം. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് നോക്കാം. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞൊരു ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 മുതൽ 36 ആണ്. ഇത് ജനറൽ കാറ്റഗറിക്കാരുടെയാണ്. അതിൽ റിസർവേഷൻ ഉള്ളവർക്ക് അവരുടേതായ റിലാക്സേഷൻസ് ഉണ്ടാവും. അപ്പോൾ 18 മുതൽ 36. അപ്പോൾ നിങ്ങളുടെ ഏജ് നിങ്ങൾ നോക്കുക, അതനുസരിച്ച് നിങ്ങൾ നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്യുക. ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിപ്ലോമ അല്ലെങ്കിൽ BTech ഉള്ളവർക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യാവുന്ന ഹയർ ക്വാളിഫിക്കേഷൻ ഏത് ക്വാളിഫിക്കേഷൻ ആണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യാം. ഇത് ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ഏജ് ലിമിറ്റ്, അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ കഴിഞ്ഞു അല്ലേ. ഇനി അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ ഈ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ് ആണ്. അറിയാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത്, അറിയാവുന്നവർക്ക് ഇത് സ്കിപ്പ് ചെയ്ത് കളയാം. ഇത് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 29 നവംബർ 2023 അതുകൊണ്ട് തന്നെ 3 വർഷം വാലിഡിറ്റി ഉണ്ട്. ഈ റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആകാൻ പോകുന്നത് 2026 നവംബർ 28 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇനിയും 1 വർഷമുണ്ട്. ഇതുവരെ 681 അഡ്വൈസസ് ആണ് ഈ റാങ്ക് ലിസ്റ്റിൽ നിന്ന് പോയിരിക്കുന്നത്. അത്രയധികം അവസരങ്ങളാണ് നിങ്ങൾ ആലോചിക്കുക. ഓക്കെ, 681, ഇനിയും 1 വർഷമുണ്ട്. ഇതെന്ന് പറയുന്നത് 10/9 വരെയുള്ള ഡീറ്റെയിൽസ് മാത്രമാണ്. അതിനുശേഷമുള്ള അപ്പോയിൻമെൻറ്റ്സും അതുപോലെ തന്നെ ഈ വരാൻ പോകുന്ന അപ്പോയിൻമെൻറ്റ്സ് ഒക്കെ ഇതിൽ അപ്ഡേറ്റഡ് ആയി വരും. നിങ്ങൾക്ക് കേരള PSC ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ ഇതൊക്കെ കാണാവുന്നതാണ്. ഇനി ഞാൻ പറയുന്ന ക്വാളിറ്റേറ്റീവ് അനാലിസിസ് എന്ന് പറയുന്നത് ഒരു റാങ്ക് ലിസ്റ്റിൽ കയറി കൂടാനായിട്ട് നമ്മൾ എത്രത്തോളം എഫേർട്ട് എടുക്കേണ്ടി വരും, എന്തൊക്കെ പ്ലാൻ ചെയ്യേണ്ടി വരും, ഇതാണ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. വെറുതെ ഒരു എക്സാമിന് ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്ത് അല്ലെങ്കിൽ വെറുതെ ഇരുന്നങ്ങ് പഠിച്ചു തുടങ്ങുകയല്ല വേണ്ടത്. വ്യക്തമായൊരു ധാരണ നിങ്ങൾക്ക് വേണം. എന്താണ് പഠിക്കേണ്ടത്, എത്രത്തോളം ലെവലിൽ പഠിക്കണം, എത്ര മാർക്കാണ് ഞാൻ സ്കോർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആദ്യത്തെ അഡ്വൈസിൽ തന്നെ എനിക്ക് ജോലി കിട്ടണമെങ്കിൽ ഞാൻ എത്ര വരെ മാർക്ക് സ്കോർ ചെയ്യേണ്ടി വരും, ഈ കാര്യങ്ങളെല്ലാം. അപ്പോൾ അതറിയണമെങ്കിൽ സിലബസ് വ്യക്തമായി അറിയണം, സിലബസ് എങ്ങനെ ടാക്കിൾ ചെയ്യണം എന്നറിയണം, സിലബസിലുള്ള ഇമ്പോർട്ടൻറ്റ് ഹൈ സ്കോറിംഗ് ഹൈ വെയിറ്റേജ് ഏരിയാസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾ അറിയണം. ഈ കാര്യങ്ങളെല്ലാം നേരത്തെ കൂട്ടി മനസ്സിലാക്കി വേണം ഇതിലേക്ക് ചാടാനായിട്ട്. അത് വ്യക്തമായി അറിയാമെങ്കിൽ നിങ്ങളുടെ ജേർണി എന്ന് പറയുന്നത്
പകുതിയല്ല 3/4 ഭാഗവും കഴിഞ്ഞു എന്ന് പറയാം. പിന്നെ പഠിച്ചാൽ മാത്രം മതി. അപ്പോൾ അതിലേക്കൊക്കെ നമുക്ക് വരാം. ആദ്യം നോക്കുക, ഞാൻ കഴിഞ്ഞ തവണത്തെ റാങ്ക് ലിസ്റ്റിൻ്റെ മാർക്സ് ആണ് പറയുന്നത്. ഫസ്റ്റ് റാങ്ക് ഹോൾഡറിൻ്റെ മാർക്ക് എന്ന് പറയുന്നത് റിട്ടേൺ എക്സാമിൻ്റെ മാർക്ക് എന്ന് പറയുന്നത് 81.33 ആണ്. വളരെ സന്തോഷത്തോടെ പറയാം, ഫസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത് പഠിച്ച, നമ്മുടെ ഫുൾ കോഴ്സ് എടുത്ത് പഠിച്ച കുട്ടി തന്നെയാണ്. കുട്ടിയുടെ റാങ്ക്, ആ കുട്ടിയുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ആ കുട്ടി എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടേക്കുക. കാരണം ആ ഏതൊരു ജേർണിയിലും ഉണ്ടാകുന്ന എല്ലാ സ്ട്രഗിൾസും, എല്ലാ സെൽഫ് ഡൗട്ടും എല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം ഓവർകം ചെയ്ത് തന്നെയാണ് ഓരോ ടോപ്പറും അവരുടെ ടോപ്പ് റാങ്കിൽ എത്തുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഇൻ്റർവ്യൂ കാണാത്തവരുണ്ടെങ്കിൽ കാണുക. സക്സസ് സ്റ്റോറീസിലെ എല്ലാ ജെന്യൂൻ ഇൻ്റർവ്യൂസും നിങ്ങളൊന്ന് കാണുക. കാരണം നിങ്ങൾക്ക് ഇത് ഏത് സ്റ്റേജിൽ നിൽക്കുന്നവരാണെങ്കിലും, സെൽഫ് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും, ഒരു ഗ്യാപ്പിന് ശേഷം പഠിക്കുന്നവരാണെങ്കിലും, എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും നിങ്ങൾക്ക് ആ വീഡിയോസ് എല്ലാം ഉപകാരമായിരിക്കും. 100% ജെന്യൂൻ ആയിട്ടുള്ള എക്സ്പീരിയൻസസ് ആണ് ആ സക്സസ് സ്റ്റോറീസിൽ ഷെയർ ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും കാണാം. ഇനി ഫസ്റ്റ് റാങ്ക് കുട്ടിയുടെ മാർക്ക് എന്ന് പറയുന്നത് 81.33 ആണ്. ഇനി ആ റാങ്ക് ലിസ്റ്റിൽ അല്ലെങ്കിൽ മെയിൻ ലിസ്റ്റിൽ വന്ന മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഏറ്റവും അവസാനത്തെ ആളുടെ മാർക്ക് എന്ന് പറയുന്നത് 56.67 ആണ് മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെ ഒരു ടോട്ടൽ മാർക്ക് സ്പ്രെഡ് നിങ്ങൾ നോക്കി. ടോട്ടൽ മാർക്ക് സ്പ്രെഡ് എന്ന് പറയുന്നത് 24.66 മാർക്കാണ്. ഇത്രയും ഡിഫറൻസ് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരിക്കും. ചിലപ്പോൾ ചിലർക്ക് തോന്നിയിട്ടില്ല ഇത്ര ഡിഫറൻസേ ഉള്ളൂ, ചിലർക്ക് ഇത്രയും ഡിഫറൻസ് ഉണ്ടോ എന്ന് തോന്നാം. പക്ഷേ ഈ ഡിഫറൻസിൽ വീണ്ടും ഒരു ഡീറ്റെയിൽ അനാലിസിസ് നിങ്ങൾ നടത്തണം. കാരണം ഒരു മാർക്കിന് 100 റാങ്ക് വരെ മാറിപ്പോയ റാങ്ക് ലിസ്റ്റാണിത്. അത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് ഒരു അനാലിസിസ് കാണിക്കുന്നുണ്ട്. അടുത്തതിൽ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ ഈ ഒരു റാങ്ക് ലിസ്റ്റ് ഉണ്ടായിരുന്നത് 941 പേരാണ്. അതാണ് ഈ 941 പേരാണ് ഈ 24.66 മാർക്കിൻ്റെ ഡിഫറൻസിൽ വന്നിരിക്കുന്നത്. ആ കാര്യവും നിങ്ങളുടെ മനസ്സിലുണ്ട്. അപ്പോൾ ഓരോ മാർക്കും അല്ലെങ്കിൽ ഓരോ ഡെസിമൽ പോയിൻറ്റും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും നെഗറ്റീവ് വരാതിരിക്കാനും ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതെല്ലാം പ്രിപ്പറേഷൻ ടൈമിൽ തന്നെ ശ്രദ്ധിക്കണം. ഇതൊക്കെ നിസ്സാരവൽക്കരിച്ചാണ്. ആ ഒരു ക്വസ്റ്റ്യൻ തെറ്റിപ്പോയില്ലേ എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് സാരമില്ല എന്ന് വിചാരിച്ച് ഞാൻ ചിലപ്പോൾ മാറാൻ പോകുന്നത് ചിലപ്പോൾ 100 മാർക്കോ അല്ലെങ്കിൽ ചിലപ്പോൾ 100 റാങ്കോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മെയിൻ ലിസ്റ്റിൽ സപ്ലിമെൻ്ററി ലിസ്റ്റ് വരെ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതെല്ലാം നേരത്തെ കൂട്ടി മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഇനി നോക്കുക, ക്വാളിറ്റേറ്റീവ് അനാലിസിസ് നോക്കുക. ഫസ്റ്റ് റാങ്ക് ഹോൾഡറിൻ്റെ ടെസ്റ്റിലെ മാർക്ക് എന്ന് പറയുന്നത് 81.33 ആണ്. ടോപ്പറാണ്. ഇനി അടുത്ത 100ാമത്തെ റാങ്കുകാരൻ്റെ മാർക്ക്, റിട്ടേൺ എക്സാമിലെ മാർക്ക് എന്ന് പറയുന്നത് 68.67 ആണ്. ഏകദേശം 12 മാർക്കിൻ്റെ വ്യത്യാസത്തിലാണ് ഈ 100 റാങ്കുകാർ വന്നിരിക്കുന്നത്. ഇത് ഫസ്റ്റ് 100ൻ്റെ. പിന്നെ അങ്ങോട്ട് നിങ്ങളൊന്ന് നോക്കിയേ, ഈ പറയുന്നില്ല ആഫ്റ്റർ റാങ്ക് 200 1 മാർക്ക് ക്യാൻ ഇംപ്രൂവ് യുവർ റാങ്ക് ബൈ 30 to 40 പൊസിഷൻസ്. അല്ലെങ്കിൽ ഒരു മാർക്ക് മാറിക്കഴിഞ്ഞാൽ 30 മുതൽ 40 റാങ്കാണ് നിങ്ങളുടെ മാറാൻ പോകുന്നത്. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഒരു മാർക്കിൻ്റെ കാര്യമാണ് പറയുന്നത്, ജസ്റ്റ് 1 മാർക്ക്. അപ്പോൾ അത് ഇവിടെ. ഇനി വീണ്ടും താഴേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു ഗ്യാപ്പ് വളരെ വളരെ കുറഞ്ഞു വരികയാണ്. ഇനി വളരെ കുറഞ്ഞു വരുന്നതിൻ്റെ കാരണം എന്താ? ഇവിടെയൊക്കെ നിങ്ങൾ നോക്കിയേ, 700ഉം 800ഉം തമ്മിലെന്ന് പറയുന്നത് കഷ്ടിച്ച് 1 മാർക്കിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. ഈ 1 മാർക്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ 100 റാങ്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ 1 മാർക്കിൽ 30-40 റാങ്ക് ആയിരുന്നു. ഇവിടോട്ട് താഴോട്ട് പോകുന്നത് 1 മാർക്കിൽ 100 റാങ്കൊക്കെയാണ് മാറുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈച്ച് ആൻഡ് എവ്രി മാർക്ക് ഈസ് ഇമ്പോർട്ടൻറ്റ്. അതായത് ആ ഒരു മാർക്ക് ചിലപ്പോൾ നിങ്ങളെ മെയിൻ ലിസ്റ്റിൽ നിന്ന് സപ്ലിമെൻ്ററി ലിസ്റ്റിലേക്ക് ചിലപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാൻ തള്ളി വിട്ടേക്കാം. അല്ലെങ്കിൽ ഈ ഒരു മാർക്കിനോടൊപ്പം തന്നെ നിങ്ങളിപ്പോൾ നോക്കിയാൽ പല കുട്ടികളും നമ്മുടെ മോക്കൊക്കെ എഴുതുമ്പോഴത്തേക്ക് മാർക്ക് കുറഞ്ഞു പോയി 40 മാർക്ക് 50 മാർക്കൊക്കെ. കാരണം നമ്മളെപ്പോഴും മോക്കൊക്കെ ഇത്തിരി ടഫായിട്ടായിരിക്കും ഇടുക. ഈ 55 മാർക്കൊക്കെ കിട്ടിയിട്ട് അതിൻ്റെ കൂടെ, കാരണം ആക്ച്വൽ എക്സാം ചിലപ്പോൾ ഇത്രയും ടഫൊന്നും ആയിരിക്കില്ല. അങ്ങനെ എക്സാം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇത്രയും നമ്മൾ ഹൈ ലെവൽ പ്രിപ്പയർ ചെയ്ത് പോകുമ്പോൾ എക്സാം ഇത്തിരി ടഫായാൽ പോലും നമുക്കത് കോപ്പപ്പ് ചെയ്യാൻ പറ്റും. നമ്മൾ മോക്കിലൊക്കെ 50 മാർക്ക് 55 മാർക്കേ സ്കോർ ചെയ്യുന്നുള്ളൂവെങ്കിൽ പോലും നമുക്ക് ആക്ച്വൽ എക്സാമിന് വീണ്ടും നമ്മുടെ പെർഫോമൻസ് കൂട്ടാൻ പറ്റും. ഈ 55ൻ്റെ കൂടെ ഒരു 10-12 മാർക്കൊക്കെ നിങ്ങൾ എക്സ്ട്രാ വന്നിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, അതായത് 55 മാർക്ക് മേടിച്ച ഒരാൾ ഈ പറയുന്ന പോലെ ഈ റാങ്ക് ലിസ്റ്റ് അല്ലെങ്കിൽ 55 മാർക്കിൻ്റെ കൂടെ നിങ്ങളൊരു 10-12 മാർക്ക് എക്സ്ട്രാ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന ടോപ്പ് 100ലായിരിക്കും വന്നിരിക്കുക. ഫസ്റ്റ് അഡ്വൈസിൽ നിങ്ങൾക്ക് ജോലി കിട്ടും. ഈ 10 മാർക്ക് 12 മാർക്ക് ഒരു സബ് എഞ്ചിനീയർ പോലൊരു എക്സാമിന് സ്കോർ ചെയ്യാൻ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അതുപോലെ തന്നെ ഒരു ക്ലാരിറ്റിയോട് കൂടി തന്നെ നിങ്ങൾ പഠിക്കേണ്ടത് അത് അത്യാവശ്യമാണ്. പക്ഷേ ഇറ്റ് ഈസ് വെരി മച്ച് പോസിബിൾ. ആ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. പല കുട്ടികളും മോക്കൊക്കെ എഴുതി 50 മാർക്ക് കിട്ടുന്നുള്ളൂ 45 മാർക്ക് കിട്ടുന്നുള്ളൂ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അങ്ങോട്ട് പഠിക്കില്ല, അല്ലെങ്കിൽ ഒരു ഡിസാർട്ടൻഡ് ആയിപ്പോവും. അതിൻ്റെ യാതൊരു ആവശ്യമില്ല. ഒരു 50-55 മാർക്കൊക്കെ ഇതിൽ തന്നെ ഒരു 35-40 മാർക്കൊക്കെ നിങ്ങളെ ജസ്റ്റ് നിങ്ങളൊരു എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന തരത്തിൽ തന്നെയാണ് കേരള PSC സെറ്റ് ചെയ്യുക. പിന്നെ വരുന്നൊരു 10-20% ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെയും അതിൻ്റെ ഒരു അടുത്തൊരു 20-20% ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതാണ് പലപ്പോഴും റാങ്ക് ടോപ്പേഴ്സിനെ തീരുമാനിക്കുന്നത്. ഈ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്ന ഒരു മിഡിൽ ബ്രാക്കറ്റ് ഉണ്ട്. ആ ബ്രാക്കറ്റിൽ എത്തിപ്പെടാനായിട്ട് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ സാധിക്കും.
ജസ്റ്റ് ഒരു ആവറേജ് പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് അവിടേക്ക് എത്താൻ പറ്റും. അതിൻ്റെ മുകളിലേക്കാണ് നിങ്ങളുടെ ഹൈ ലെവൽ പ്രിപ്പറേഷൻ ആവശ്യം. അതായത് നിങ്ങളുടെ സ്പീഡ് കൂട്ടുക. അവിടെ നിങ്ങളുടെ നോളജ് മാത്രമല്ല, നിങ്ങളുടെ സ്പീഡ്, എക്സാം അറ്റൻഡ് ചെയ്യുന്ന സ്കില്ല്, എറേഴ്സ് കുറയ്ക്കുന്ന, അതായത് തെറ്റുകൾ കുറയ്ക്കുക, കാൽക്കുലേഷൻ മിസ്റ്റേക്ക് കുറയ്ക്കുക, കെയർലെസ് മിസ്റ്റേക്ക് കുറയ്ക്കുക, ഇതെല്ലാമാണ് ഒരു ടോപ്പറിലേക്ക് എത്തുക അല്ലെങ്കിൽ ടോപ്പ് 100ലേക്ക് എത്തുക. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഇത്രയും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള, ഞാൻ പറഞ്ഞില്ല, ഒരു മാർക്ക് മാറിക്കഴിഞ്ഞാൽ ഇവിടെ 30-40 റാങ്ക്, ഇവിടെ താഴോട്ട് പോകുന്നതോറും ഒരു മാർക്ക് മാറിക്കഴിഞ്ഞാൽ 100 റാങ്കാണ് മാറാൻ പോകുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിലുണ്ട്. അപ്പോൾ ഏത് ലെവലിലേക്ക്, എത്ര മാർക്കിലേക്ക്, ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ മാറുന്നതിനനുസരിച്ച് ഇനി അടുത്ത തവണ വരുമ്പോൾ ചിലപ്പോൾ ഇത്രയും ആയിരിക്കില്ല ടോപ്പർ മാർക്ക്, ചിലപ്പോൾ ഇതിലും കുറവായിരിക്കാം, ഇനി എക്സാം ഈസി ആണെങ്കിൽ ഇതിലും കൂടുതലായിരിക്കാം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എക്സാം എങ്ങനെ വന്നാലും, ഏത് തരത്തിലുള്ള പാറ്റേൺ ആണെങ്കിലും, എത്ര ഡിഫിക്കൽട്ടി ലെവൽ കൂടുകയാണെങ്കിലും, അല്ലെങ്കിൽ ഇപ്പോൾ സപ്പോസ് ഈസി ആണെങ്കിലും നമ്മളവിടെ ആക്യുറസി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആവും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കി വേണം നിങ്ങൾ ഈ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഞാൻ പറഞ്ഞല്ലോ, എപ്പോഴും പറയാറുള്ള പോലെ നിങ്ങൾക്ക് എങ്ങനെ വേണം പ്രിപ്പയർ ചെയ്യാം. നിങ്ങളുടെ സമയം അനുസരിച്ച് സെൽഫ് പ്രിപ്പറേഷൻ നടത്താം, ഒരു കോച്ചിങ് സെൻറ്ററിൽ പോകാം, ഗ്രൂപ്പ് സ്റ്റഡി നടത്താം, എങ്ങനെ വേണോ ചെയ്യാം. പക്ഷേ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു കോമ്പറ്റീഷൻ ലെവൽ എന്ന് പറയുന്നത് ഇതാണ് ഒരു ക്വാളിറ്റേറ്റീവ് അനാലിസിസ്. കണ്ടോ, ഓൺലി എ ഫ്യൂ ക്വസ്റ്റ്യൻസ് ക്യാൻ സെപ്പറേറ്റ് ദ ടോപ്പ് 1% ഫ്രം ബോട്ടം 5%. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിലും ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. ജസ്റ്റ് ആ റാങ്ക് ലിസ്റ്റ് എടുക്കുക. എല്ലാം നമുക്ക് നെറ്റിൽ അവൈലബിൾ ആണ്, PSCയുടെ സൈറ്റിൽ അവൈലബിൾ ആണ്, പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ ആണ്, അതിൽ ആൾക്കാർ സ്കോർ ചെയ്ത മാർക്കുകൾ അവൈലബിൾ ആണ്. ഇതെല്ലാം വളരെ വ്യക്തമായും ക്ലാരിറ്റിയോടുകൂടിയും കേരള PSCയുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് തന്നെ ഒരു അനലൈസ് ചെയ്യണം. നിങ്ങൾ ആ ഒരു ഹോംവർക്ക് എന്തായാലും നടത്തണം. അല്ലാതെ നിങ്ങൾ ഒരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യരുത്. അതാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. ഇനി ഇത്രയൊക്കെ നമ്മൾ മെനക്കെട്ട്, ഇത്രയൊക്കെ ബുദ്ധിമുട്ടി നമ്മൾ ഈ എക്സാമിന് വേണ്ടി പഠിക്കുന്ന എന്താണ് ഈ പോസ്റ്റിൻ്റെ ഗ്ലാമർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ KCB എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഗ്ലാമർ എന്താ, ഞാൻ അടുത്ത സ്ലൈഡിൽ പറയാം. നോക്കുക, ഒരു അസിസ്റ്റൻറ്റ് എഞ്ചിനീയറായോ സബ് എഞ്ചിനീയറായിട്ടോ കയറുന്ന ഒരാൾക്ക് സ്റ്റാർട്ടിങ്ങിൽ കിട്ടുന്ന ഇൻഹാൻസ് സാലറി, എല്ലാ കട്ടിങ്ങും കഴിഞ്ഞ് കിട്ടുന്ന ഇൻഹാൻസ് സാലറിയാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. അത് ഈ വേരിയേഷൻ എന്തുകൊണ്ട് വന്നു, ഈ റേഞ്ച് എന്തുകൊണ്ട് വന്നു എന്നൊക്കെ ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോ ലിസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്, അത് നോക്കുക. അപ്പോൾ ഇതാണ് നിങ്ങളെ കാത്തിരിക്കുന്ന അവസരം. മാത്രമല്ല, ഒരു അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ എന്ന് പറയുമ്പോഴും സബ് എഞ്ചിനീയർ എന്ന് പറയുമ്പോഴും നിങ്ങൾക്ക് ഉണ്ടാവുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ടെക്നിക്കൽ എക്സ്പോഷർ, പിന്നെ അല്ലെങ്കിൽ KCB ഇല്ലാത്ത ഒരു നാടും നമ്മളെ സംസ്ഥാനത്തിലില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പോയി വരാൻ പറ്റുന്ന ഒരു അവസരമാണ് KCBയിലെ ജോലി എന്ന് പറയുന്നത്. പല ആൾക്കാർക്കും അതെന്ന് പറയുന്ന ഒരു ഡ്രീം തന്നെയാണ്, അല്ലേ? പല ആൾക്കാരും കേരളത്തിന് പുറത്തൊക്കെ പോയി ജോലി ചെയ്യാറുണ്ട്. അപ്പോൾ അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു ഇലക്ട്രിക്കൽ കഴിഞ്ഞ ഉദ്യോഗാർത്ഥിക്ക് സ്വന്തം വീട്ടിൽ നിന്ന് പോയി വരാൻ പറ്റുന്ന, അതായത് നമ്മുടെ കേരളത്തിൽ തന്നെ നമുക്ക് ജോലി കിട്ടിയാൽ പോലും സ്വന്തം വീട്ടിൽ നിന്ന് പോകാൻ പറ്റുന്ന ജോലികൾ എന്ന് പറയുന്നത് കുറവാണ്, അല്ലേ? അതിൽ നമുക്ക് ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ പറയുന്ന KCB. കാരണം KCBയുടെ ഒരു സെക്ഷൻ ഓഫീസ് ഇല്ലാത്ത ഏതെങ്കിലും നാടുണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് ഈ സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ പോയി വരാനുള്ള സാധ്യതകൾ, മാത്രമല്ല പ്രൊമോഷൻ സാധ്യതകൾ. സബ് എഞ്ചിനീയറായിട്ട് കയറിയാൽ നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് എഴുതി നിങ്ങൾക്ക് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ആവാം, പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്താൽ മതി. അപ്പോൾ ഈ തരത്തിലുള്ള പല ഓപ്പർച്യൂണിറ്റീസും ഈ KCB എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റിനെ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി, ഒരു ഡ്രീം ജോബായിട്ട് മാറ്റുകയാണ് ഒരു ഇലക്ട്രിക്കൽ കഴിഞ്ഞ ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം. ഒപ്പം ഞാൻ നേരത്തെ എപ്പോഴും പറയാറുള്ള KCB എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന, അല്ലെങ്കിൽ കേരളത്തിൻ്റെ തന്നെ ലൈഫ് ലൈൻ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്, അല്ലേ? അപ്പോൾ അവിടുത്തെ ഒരു ജോലി നിങ്ങൾക്ക് തരുന്ന ഒരു പവറും പ്രസ്റ്റീജും ഒക്കെ ഞാൻ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഡ്രീം ചെയ്യുന്ന ആൾക്കാർ, കാരണം നിങ്ങൾക്ക് ഇപ്പോൾ ഇലക്ട്രിക്കൽ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളെല്ലാം 100% ആൾക്കാർക്കും ഇതായിരിക്കില്ല ഡ്രീം ജോബ്. പക്ഷേ ഇങ്ങനൊരു ജോലി ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ഒരു ക്വാളിറ്റേറ്റീവ് അനാലിസിസ് നടത്തുക. എന്തായിരുന്നു കഴിഞ്ഞ തവണത്തെ കോമ്പറ്റീഷൻ, എന്തായിരുന്നു കഴിഞ്ഞ തവണത്തെ അവസരങ്ങൾ, ഇനി വരാൻ പോകുന്ന അവസരങ്ങൾ എന്താണ്. ഇനി ഇത് മാത്രമല്ല, വേറെ ഒരുപാട് പോസ്റ്റുകളുണ്ട്. ഈ പോസ്റ്റുകൾക്ക് വേണ്ടി എങ്ങനെ കോംപ്രിഹെൻസീവായി കളക്റ്റീവായിട്ട് പഠിക്കാം എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ട് വേണം പിന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഞാൻ പറഞ്ഞതുപോലെ പ്രിപ്പറേഷൻ നിങ്ങൾക്ക് എങ്ങനെ വേണോ ചെയ്യാം. പക്ഷേ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യുമ്പോൾ നിങ്ങളുടെ 50 അല്ല 90% വർക്കും അവിടെ കഴിഞ്ഞു. കാരണം പിന്നെ നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി. അത് ഈസിയാണ്, പഠിക്കുന്നത് ഈസിയാണ്, നമ്മൾ മെനക്കെട്ടിരുന്ന് പഠിച്ചാൽ മതി. പക്ഷേ എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, എന്തിനു വേണ്ടി പഠിക്കണം എന്നൊന്ന് മനസ്സിലാക്കാൻ ഉള്ളൊരു തിരിച്ചറിവാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ആ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ഇത്രയൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന സ്ഥിരം ഡൗട്ടുകൾ എന്ന് പറയുന്നത് എന്താണ്? എങ്ങനെ പഠിക്കണം, എന്തുകൊണ്ട് പഠിക്കണം, എന്നെക്കൊണ്ട് പഠിക്കാൻ പറ്റുമോ? ഇതിൽ ഈ 2 ചോദ്യങ്ങളും ഞാൻ ഏറെക്കുറെ ആൻസർ ചെയ്തെന്ന് തോന്നുന്നു. എന്നെക്കൊണ്ട് പറ്റുമോ എന്നുള്ളത്. അതിന് വേണ്ടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ആദ്യം നിങ്ങളൊരു ഹോംവർക്ക് ചെയ്തിട്ട് വേണം ഈ പ്രിപ്പറേഷനിലേക്ക് ചാടാനായിട്ട്. ഓക്കെ, ഇവിടെ ഒരു കാര്യം ഞാൻ ഇപ്പോഴേ പറയാം. എന്നെക്കൊണ്ട് പറ്റുമോ എന്നുള്ളത് ഞാൻ നിങ്ങളുടെ BTECൻ്റെയോ ഡിപ്ലോമയുടെയോ 10ാം ക്ലാസ്സിലെയോ 12ാം ക്ലാസ്സിലെ മാർക്ക് വെച്ചിട്ടല്ല നിങ്ങൾ നോക്കേണ്ടത്. ഈ ടോപ്പിൽ വന്നിരിക്കുന്ന ആരും തന്നെ 9 പോയിൻറ്റേഴ്സ് ആയിരുന്നില്ല, അല്ലെങ്കിൽ മെജോറിറ്റി ആൾക്കാരും ഈ പറയുന്ന ആവറേജ് പെർഫോമേഴ്സ് ആയിരുന്നു. പക്ഷേ അതായത് കോളേജിലും ഡിപ്ലോമ ലെവലിലും പോളിടെക്നിക്കിലും ഒക്കെ. പക്ഷേ അവർ ഈ ഒരു എക്സാമിനെ മുന്നിൽ കണ്ടുകൊണ്ട് അവരുടെ മാക്സിമം 101% എഫേർട്ട് എടുത്തിട്ട് തന്നെയാണ് ഈ എക്സാം ക്ലിയർ ചെയ്യുന്നത്. ആരും അവരുടെ കയ്യിൽ കൊണ്ടുവച്ച് കൊടുത്തതല്ല. അവർ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഉറക്കം ഒഴിഞ്ഞിരുന്ന് പഠിച്ചിട്ട് തന്നെയാണ് അവർ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ആ ലെവലിൽ പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ മാത്രം ഈ പരിപാടിക്ക് ഇറങ്ങുക. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്രയും ഫിയേഴ്സ് കോമ്പറ്റീഷൻ ഉണ്ട്. അതുപോലെ തന്നെ അത്രയും സ്റ്റാൻഡേർഡ് ഓഫ് ക്വസ്റ്റ്യൻസ്, സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ കോൺസെപ്റ്റ് അറിഞ്ഞാൽ മാത്രം അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ്, അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻസ്, ഇതൊക്കെയാണ് ഇപ്പോൾ ചോദിക്കുന്നത്. പക്ഷേ
ഇതെല്ലാം ചിട്ടയായ ഒരു പഠനം, അതായത് ഒരു 5 മാസമോ 6 മാസമോ നീണ്ടു നിൽക്കുന്ന ഒരു പ്രിപ്പറേഷൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതെല്ലാം ഈ പറയുന്നത്, ഇത് ഈ ഒരു എക്സാം മാത്രമല്ല, നിങ്ങൾ ഈ ടോപ്പേഴ്സിനൊക്കെ നോക്കിയാൽ മതി, അവരൊന്നും ഒരു റാങ്ക് ലിസ്റ്റിൽ മാത്രം. കാരണം ഇപ്പം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നൊരു സമയമാണ്, നിങ്ങൾക്കൊരു എഫേർട്ട് ഇടാൻ പറ്റുന്ന സമയമാണ്, ഈ കറക്റ്റ് അവസരങ്ങളും വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് മാക്സിമം കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ അവസാനം ഇത് വിഷമിച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ ആ ഒരു റിസ്ക് എടുക്കുക, പ്രിപ്പറേഷന് വേണ്ടി എല്ലാം ത്യജിച്ചുകൊണ്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. തീർച്ചയായിട്ടും ആ ഒരു കറക്റ്റ് ഡയറക്ഷനിൽ നിങ്ങൾക്ക് പോകാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പറയുന്ന നിങ്ങളുടെ ഡ്രീം ജോബിലേക്ക് എത്താൻ സാധിക്കും. അത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചുമ്മാ എടുത്ത് ചാടരുത്. ആരെങ്കിലും പറഞ്ഞുകൊണ്ട് ഇത് നല്ല ജോലിയാണ് അല്ലെങ്കിൽ ഇത് ഈ പറയുന്ന പോലെ ഇതൊരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് പറഞ്ഞ് എടുത്ത് ചാടരുത്. നിങ്ങൾ സ്വന്തമായിട്ടൊരു അനാലിസിസ് നടത്തുക, ഒരു ഹോം വർക്ക് നടത്തുക. അതായിരിക്കണം നിങ്ങളുടെ ഫസ്റ്റ് പ്രിപ്പറേഷൻ്റെ ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത്. എക്സാം പ്രിപ്പറേഷൻ്റെ ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ഡു യുവർ ഹോം വർക്ക് വെൽ. ഞാൻ നേരത്തെ പറഞ്ഞു, ഞാനിപ്പോൾ ഒരു ജസ്റ്റ് ഒരു അനാലിസിസ് മാത്രമേ, ഒരു ക്വാളിറ്റേറ്റീവ് അനാലിസിസ് മാത്രമേ കാണിച്ചുള്ളൂ. അത് കംപ്ലീറ്റ് ഒന്നുമല്ല, കാരണം അത് പറയണമെങ്കിൽ തന്നെ 1 മണിക്കൂർ വേണ്ടി വരും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു ഐഡിയ മാത്രമേ തന്നിട്ടുള്ളൂ, അത് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുക. ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് സിമ്പിൾ ക്വസ്റ്റൻ ആണ്. ഇതിലാണോ നിങ്ങൾക്ക് ഇത്ര മാർക്ക് സ്കോർ ചെയ്യാൻ ബുദ്ധിമുട്ടും ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നിയേക്കാം. സിമ്പിൾ ക്വസ്റ്റൻ ആണ്, പക്ഷേ അത് ആ പ്രഷറൽ സിറ്റുവേഷനിൽ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് 10 സബ്ജക്റ്റോളം പഠിച്ച് പോയി എഴുതുക, ടൈം ബൗണ്ടായിട്ട് എഴുതുക എന്നുള്ളതാണ് ചലഞ്ച്. അതിന് വേണ്ടിയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. ആ കാര്യം ഓർത്തിരിക്കുക. ക്വാളിറ്റേറ്റീവ് അനാലിസിസ് നടത്തുക, റാങ്ക് ലിസ്റ്റിൻ്റെ ഞാനിപ്പോൾ ചെയ്ത പോലെ റാങ്ക് ലിസ്റ്റിൻ്റെ അനാലിസിസ് നടത്തുക. പിന്നെ നിങ്ങൾക്ക് ഇതിനു മുമ്പ് നിങ്ങളുടെ ഈ എക്സാംസ് ക്വാളിഫൈ ചെയ്ത ആൾക്കാരോട് ചോദിക്കുക. ഒരു മടിയും വിചാരിക്കരുത്, പോയി ചോദിക്കുക. എല്ലാവരും ഹെൽപ്പ് ചെയ്യുന്നവരാണ്. ഇനി അത് മാത്രം നിങ്ങൾക്ക് അങ്ങനെ ഒരു സീനിയേഴ്സിനെയും പരിചയമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സക്സസ് സ്റ്റോറീസ് നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരുപാട് ഇൻ്റർവ്യൂസ് ഉണ്ട്. ജെനുവിൻ ആയിട്ടുള്ള ഇൻ്റർവ്യൂസ് ആണ്. അവരെങ്ങനെ പഠിച്ചു, അവരുടെ സ്ട്രഗിൾസ് എന്തായിരുന്നു, അവരെങ്ങനെ അത് ഓവർകം ചെയ്യുന്നതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അത് കാണുക. ആസ്ക് യുവർ സീനിയേഴ്സ്. പിന്നെ നിങ്ങൾ പഠിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയാം, നിങ്ങൾക്ക് ഒരുപാട് സമയമുണ്ടെങ്കിൽ സെൽഫ് പ്രിപ്പറേഷൻ ആണെങ്കിലും ഒരു കുഴപ്പമില്ല. പിന്നെ പ്രിപ്പയർ ചെയ്യുമ്പോൾ വളരെ ടോപ്പായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് വെച്ച് തന്നെ പഠിക്കുക. ക്വാളിറ്റി ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് വെച്ച് തന്നെ പഠിക്കുക. എവിടെയെങ്കിലും കിട്ടുന്ന ഏതെങ്കിലും ഒരു ഗൈഡ് എടുത്ത് പഠിക്കാൻ നിൽക്കരുത്. പിന്നെ ഇതിലെനിക്ക് എടുത്ത് പറയാനുള്ള കാര്യം, നിങ്ങൾക്ക് സമയം കുറവാണെങ്കിൽ ഒരിക്കലും ഒരു ടെക്സ്റ്റ് ബുക്ക് മാത്രം വെച്ചുകൊണ്ട് നിങ്ങൾ പഠിക്കരുത്. അതിൻ്റേതായ സമയം ഒരുപാട് കൺസ്യൂം ചെയ്യുന്നതാണ്. നിങ്ങൾ ഈവൻ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിൽ പോലും അത് വെച്ചിട്ടല്ല നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. കാരണം ടൈം ലിമിറ്റഡ് ആണ്, നമുക്കറിയില്ല എത്ര സമയം കിട്ടും പഠിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കുമ്പോൾ ഭംഗിയായി ഏറ്റവും നല്ല ക്വാളിറ്റി മെറ്റീരിയൽ, സ്റ്റഡി മെറ്റീരിയൽ ഏതാണെന്ന് മനസ്സിലാക്കി അതെങ്ങനെ, കാരണം ഇപ്പോൾ ഒരു കോച്ചിങ് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിലും ഏതാണ് ഏറ്റവും നല്ലത് നിങ്ങളുടെ സീനിയേഴ്സിനോട് ഇതിനു മുമ്പ് ക്വാളിഫൈ ചെയ്തുകൊണ്ട് നോക്കുക. എല്ലാവർക്കും എല്ലാ കോച്ചിങ്ങും ശരിയാവണമെന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ സീനിയേഴ്സ് അല്ലെങ്കിൽ മെജോറിറ്റി ആൾക്കാരും ഏതാണ് റെഫർ ചെയ്ത സ്റ്റഡി മെറ്റീരിയൽസ്, സ്റ്റാൻഡേർഡ് ബുക്സ് ഏതാണ്, അല്ലെങ്കിൽ അവർ പ്രാക്ടീസ് ചെയ്ത മെറ്റീരിയൽ ഏതാണ്, ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഇതിലേക്ക് എടുത്ത് ചാടാനായിട്ട്. ചാടി കയറി ഒരു റഷിൽ ഒരു ആവേശം വന്നിട്ട് ഒരു എക്സാമിനോ അല്ലെങ്കിൽ ഒരു കോച്ചിങ്ങോ ഒന്നും നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾ ഇതിനെക്കുറിച്ച് ആദ്യം നിങ്ങളുടെ ഹോംവർക്ക് നടത്തിയിട്ട് മാത്രം ഇതിലേക്ക് എടുത്ത് ചാടുക. ഒരിക്കൽ ഈ ഇത്രയും കാര്യങ്ങൾ റെഡി ആണെങ്കിൽ ഞാൻ എപ്പോഴും ഇൻവെസ്റ്റ് ഇൻ ക്വാളിറ്റി ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ്, ക്വാളിറ്റി ആയിട്ടുള്ള പ്രിപ്പറേഷൻ. വെറുതെ ഒരു 3 മാസം നിങ്ങൾ ലീവ് എടുത്തിട്ട് വെറുതെ എന്തെങ്കിലും അവിടെ നിന്ന് ഇവിടെ നിന്നും പഠിച്ച് കുറേ ടെക്സ്റ്റ് ബുക്കും വാങ്ങി പഠിക്കുന്നതല്ല ക്വാളിറ്റി പ്രിപ്പറേഷൻ എങ്ങനെ വേണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞോളൂ. നിങ്ങളുടെ ഈ എക്സാംസ് നേരത്തെ ക്വാളിഫൈ ചെയ്തവരും ടോപ്പിലെത്തിയവരടുത്തും ചോദിക്കുക, അവരുടെ റെഫറൻസസ് ചോദിക്കുക. അങ്ങനെ നിങ്ങളുടെ ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നതാണ് ഇതിൽ ഏറ്റവും ക്രൂഷ്യൽ സാധനം. ഇത് പക്കയാക്കി കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ഈസിയാണ്. ബാക്കിയൊക്കെ എന്താ, പഠിക്കുക. അതായത് ഒരു ഫൗണ്ടേഷൻ വെച്ചിട്ട് തന്നെ കോർ സബ്ജക്ട്സ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹൈ വെയിറ്റേജ് ഏരിയാസ് അല്ലെങ്കിൽ ഹൈ സ്കോറിംഗ് ആയിട്ടുള്ള ഏരിയാസൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് പഠിക്കുക. അതിൻ്റെ ടെക്നിക്സും അതിൻ്റെ സ്റ്റഡി പ്ലാൻസൊക്കെ നമുക്ക് പിന്നെ പറയാം. ഈ 2 ഫേസസും ഈസിയാണ്, കാരണം ഇവിടെ നിങ്ങൾക്ക് പഠിച്ചാൽ മാത്രം മതി. ഈ ഒരു ഫേസാണ് എങ്ങനെ എത്രത്തോളം വേണമെന്ന് നിങ്ങൾ മനസ്സിലാക്കി തരുന്നത്. അതിൻ്റെ ഹോംവർക്ക് നിങ്ങൾ ചെയ്തേ പറ്റുള്ളൂ. അല്ലാതെ ചാടിക്കയറി ആരെങ്കിലും ഒരാൾ, ഈവൻ ഞാൻ പറയുന്നതാണെങ്കിൽ പോലും നിങ്ങൾ ചാടിക്കയറി ചെയ്യാതെ നിങ്ങളുടെ സ്വന്തം ഹോംവർക്ക് നടത്തി അതിന് ഇതിനു മുമ്പ് ക്വാളിഫൈ ചെയ്ത ആൾക്കാരോട് ചോദിച്ചിട്ട് വേണം ഈ ഒരു പ്രിപ്പറേഷൻ ജേർണിയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, പിന്നെ അതിനുശേഷമുള്ള സബ്ജക്ട് വൈസ് ആണെങ്കിലും ഫൗണ്ടേഷൻ വൈസ് ആണെങ്കിലും ഒന്നും കാണാതെ പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് കേരള PSC ഒരു ടെക്നിക്കൽ എക്സാം, ഇപ്പോൾ നോൺ ടെക്നിക്കൽ എക്സാംസ് ആണെങ്കിൽ പോലും മെമ്മറി ബേസ്ഡ് അല്ല, അനലിറ്റിക്കൽ ആണ്. നന്നായിട്ട് കോൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ആ രീതിയിൽ തന്നെ ഫൗണ്ടേഷൻ തൊട്ട് നിങ്ങൾ പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇൻറ്റൻസ് ലേണിംഗ് ഫേസിലേക്ക് പോകുക. ആ സമയത്തൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ഇൻറ്റൻസ് ലേണിംഗ്, അതായത് ഒരു ദിവസം നിങ്ങൾ 10-12 മണിക്കൂറൊന്നും ആദ്യ ദിവസം പഠിക്കാൻ പറ്റില്ല. അങ്ങനെ എക്സ്പെക്ട് ചെയ്യരുത്. നിങ്ങൾ പഠിച്ച് നിങ്ങൾ ഈ പറയുന്ന ഇൻറ്റൻസ് ലേണിംഗ് ഫേസിലേക്ക് പോകും. പിന്നെ അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാരലൽ സബ്ജക്ട്സ് പഠിക്കുക, പാരലായിട്ട് ഒന്നിലധികം സബ്ജക്ട്സ് പഠിക്കുക, ടെസ്റ്റ് സീരീസ് അറ്റംപ്റ്റ് ചെയ്യുക, ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് തന്നെയാണ് എല്ലാ ടോപ്പേഴ്സിൻ്റെയും സ്ട്രാറ്റജി. ഇത് തന്നെ ഫോളോ ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിൻ്റെ കാര്യത്തിൽ ക്ലിയർ ആണല്ലോ നിങ്ങൾക്ക്. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും വലിയ ചോദ്യം, ഈ ഒരു ചോദ്യം വന്നതുകൊണ്ട് അല്ലെങ്കിൽ ഒരുപാട് ചോദ്യങ്ങൾ വന്നതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാൻ തന്നെ ഉള്ളൊരു കാരണം. ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ എപ്പോൾ വരും, എന്തായിരിക്കും നമ്പർ ഓഫ് വേക്കൻസീസ്,
ഈ രണ്ട് ചോദ്യത്തിനും ഉത്തരം തരാൻ പറ്റുന്ന രണ്ട് ആൾക്കാർക്കാണ്. ഒന്ന് കേരള PSCക്കും ഒന്ന് KCBക്കും. ആസ് ഓഫ് നൗ നമുക്ക് ഈ പറയുന്ന ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നമുക്ക് അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ പല കുട്ടികളും ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് KCB സബ് എഞ്ചിനീയറിൻ്റെ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തൂടെ, അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മളുടെ ഒരു ജെനുവിൻ ആയിട്ടുള്ള ഒരു അപ്രോച്ച് എന്ന് പറയുന്നത്, നമ്മൾ ഒരിക്കലും ഒരു നോട്ടിഫിക്കേഷൻ വരാതെ, ഒരു ഒഫീഷ്യലി ഒരു നോട്ടീസ് വന്നാൽ പോലും KCB ഒരു കേരള PSCയുടെ ഒരു നോട്ടീസ് വരികയാണ്, ഈ എക്സാമിൻ്റെ ഇപ്പോൾ ഉടനെ നോട്ടിഫിക്കേഷൻ വരുമെന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്ത ദിവസം തന്നെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ അല്ലാതെ നേരത്തെ കൂട്ടി ഒരു ബാച്ച് ഞങ്ങൾ തുടങ്ങാറില്ല. അപ്പം പല കുട്ടികൾക്കുള്ള ഒരു കൺസേൺ ആണ് ഈ പറയുന്ന പോലെ ഇനി ഒരുപാട് എക്സാംസ് വരാനില്ലേ, അപ്പം നേരത്തെ കൂട്ടി പ്രിപ്പയർ ചെയ്യുന്നതല്ലേ നല്ലത്. ഞാനിപ്പോൾ പറഞ്ഞതും അങ്ങനെ തന്നെയാണല്ലേ. അപ്പോൾ അതിന് വേണ്ടിയുള്ള വേറൊരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. പക്ഷേ ഈ പറയുന്ന പോലെ നമ്മൾ ഒരു KCB സബ് എഞ്ചിനീയറിൻ്റെ നോട്ടിഫിക്കേഷൻ ഒഫീഷ്യലി വരുമെന്ന് ഒഫീഷ്യലി ഈ പറയുന്ന പോലെ കേരള PSCയോ അല്ലെങ്കിൽ KCB അനൗൺസ് ചെയ്യാതെ നമ്മൾ ഒരിക്കലും ഒരു ബാച്ചായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഒരു ബാച്ചിന് വേണ്ടി കാത്തിരിക്കുന്നവർ നോട്ടീസ് വന്നു കഴിഞ്ഞാൽ, ഒഫീഷ്യൽ നോട്ടീസ് വന്നു കഴിഞ്ഞാൽ ദ വെരി നെക്സ്റ്റ് ഡേ നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ പല കുട്ടികൾക്കും ഈ പറയുന്ന പോലെ നമ്മളുടെ കഴിഞ്ഞ തവണത്തെ റിസൾട്ട് ആണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ഒരു ക്ലാസ്സസിനെ കുറിച്ചൊക്കെ അറിഞ്ഞിട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടാവും. പക്ഷേ KCB സബ് എഞ്ചിനീയർ മാത്രമായിട്ടുള്ളൊരു ബാച്ച് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, നമുക്കൊരു ഒഫീഷ്യൽ കൺഫർമേഷൻ കിട്ടാതെ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ഒരു പോളിസി അല്ല. കാരണം അത് നിങ്ങൾ അതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയവരാണെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. പക്ഷേ ലോങ് ടേം ആയിട്ട് പഠിക്കണമെന്നുള്ളവർക്ക് ഒരു ഓപ്ഷൻ ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഈ വഴിയെ പറയുന്നുണ്ടാവും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു എക്സാം മാത്രമല്ല, KCB സബ് എഞ്ചിനീയർ എക്സാം മാത്രമല്ല, ഇനി എക്സാംസ്, അതായത് നമുക്ക് ഇനി റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആകാൻ പോകുന്ന പല എക്സാംസും ഉണ്ട്. ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ ഞാൻ കാണിച്ചാണ് ഡിപ്ലോമ ലെവൽ എക്സാംസ്, ഈ ഇത്രയും കാര്യങ്ങൾ, ഈ ഇത്രയും റാങ്ക് ലിസ്റ്റുകൾ വന്ന ഡേറ്റ് ആണ്. അപ്പോൾ ഇതെല്ലാം ഒരു 3 വർഷം നിങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം ഈ പറയുന്ന പോലെ ഈ വരുന്ന വർഷവും അടുത്ത വർഷവുമായിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ടാവും, റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആവുന്നുണ്ടാവും. അപ്പോൾ ഇപ്പോഴത്തെ PSCയുടെ ട്രെൻഡ് വെച്ചിട്ട് റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആകുമ്പോൾ പുതിയ നോട്ടിഫിക്കേഷൻ വരണമെന്നാണ് എങ്കിൽ ഈ പറയുന്ന എക്സാംസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പക്ഷേ ഞാൻ നേരത്തെ വീണ്ടും പറഞ്ഞതുപോലെ സബ് എഞ്ചിനീയറിൻ്റെ ബാച്ച് നമ്മൾ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുക, ഒരു ഒഫീഷ്യൽ നോട്ടീസ് വന്നാൽ മാത്രമേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുള്ളൂ. ഓക്കെ, അത് നമ്മുടെ ഒരു പോളിസിയാണ്. കാരണം അല്ലാതെ ഈ പറയുന്ന ഒരു ഉടനെ നോട്ടിഫിക്കേഷൻ വരുമെന്ന് നമുക്കൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. ഇനി നേരത്തെ പ്രിപ്പറേഷൻ ഈ പറയുന്ന എക്സാംസുകൾക്കും അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന എല്ലാ എക്സാംസിനും കളക്റ്റീവായിട്ട് കോംപ്രിഹെൻസീവായിട്ട് പ്രിപ്പയർ ചെയ്യണമെന്നുള്ളവർക്ക് വേണ്ടി നമ്മൾ ലോങ് ടേം ബാച്ചസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാനൊന്ന് ഷെയർ ചെയ്യാം. എഗെയിൻ നോക്കാം, ലോങ് ടേം ഡിപ്ലോമ ബാച്ച്. ഈ ഒരു ബാച്ചിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിൽ നമ്മൾ കഴിഞ്ഞ തവണത്തെ സബ് എഞ്ചിനീയറിൻ്റെ സിലബസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ വെബ്സൈറ്റിൽ, നമ്മുടെ ഓഫീസിലൊക്കെ വിളിച്ച് ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിൽ നമ്മൾ ഒരു സിലബസ് മാത്രമല്ല, KCB സബ് എഞ്ചിനീയർ സിലബസ്, ഡ്രാഫ്റ്റ്സ്മാൻ ഓവർസിയർ ഗ്രേഡ് 2ൻ്റെ സിലബസ്, ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ, അതുപോലെ തന്നെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കഴിഞ്ഞ തവണത്തെ സിലബസ് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കമ്പൈൻഡ് കോഴ്സാണ് ലോങ് ടേം ഡിപ്ലോമ ലെവൽ ഇലക്ട്രിക്കൽ ബാച്ച് എന്ന് പറയുന്നത്. ഇതിൽ 200 പ്രാക്ടീസ് ടെസ്റ്റ് ഉണ്ട്. അതിൽ ഡിപ്ലോമ ലെവലും ITI ലെവൽ ടെസ്റ്റുകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനാണ് നമ്മൾ അതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നേരത്തെ പഠിക്കണമെന്നുള്ളവർക്ക് ഈ ബാച്ച് വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി KCB സബ് എഞ്ചിനീയർ മാത്രം പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്ന് അല്ലെങ്കിൽ ഒരു ഒഫീഷ്യൽ നോട്ടീസ് നമുക്ക് അവൈലബിൾ ആവുന്ന നെക്സ്റ്റ് ഡേ നമ്മൾ ഈ പറയുന്ന സബ് എഞ്ചിനീയറിൻ്റെ മാത്രം എക്സ്ക്ലൂസീവ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. ഇനി ഈ ഒരു ബാച്ചിൽ നമ്മൾ നേരത്തെ 475 ഡേയ്സ് ആയിരുന്നു. നമ്മൾ എല്ലാ കുട്ടികൾക്കും അതിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 500 ഡേയ്സ് ഫ്രം സബ്സ്ക്രിപ്ഷൻ ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഈ ബാച്ചിൻ്റെ ഒരു മറ്റു പ്രത്യേകത എന്ന് പറയുന്നത് ഫ്രീ ITI ലെവൽ ക്ലാസ്സും നമ്മൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊരു ഫ്രീ ആഡ് ഓൺ ആയിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മളുടെ ഈ ഒരു ബാച്ചിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതായത് ലോങ് ടേം ഡിപ്ലോമ ലെവൽ ഇലക്ട്രിക്കൽ ബാച്ച്. ഇതിൽ നമ്മൾ കഴിഞ്ഞ തവണത്തെ സബ് എഞ്ചിനീയറിൻ്റെ കംപ്ലീറ്റ് സിലബസും ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട് വിത്ത് ഇത്രയും പ്രാക്ടീസ് ടെസ്റ്റ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ. ഓക്കെ, ഇനി ഇതിൽ തന്നെ ഡിഗ്രി ലെവൽ പഠിക്കണമെന്നുള്ളവർക്ക് നമുക്ക് 2 സൂപ്പർ ബണ്ടിൽ ബാച്ചുകളുണ്ട്. അതിലും ഈ പറയുന്ന പോലെ ഡിഗ്രി ലെവലിൻ്റെ KCB അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ സിലബസും അതുപോലെ തന്നെ സബ് എഞ്ചിനീയറിൻ്റെ കഴിഞ്ഞ തവണത്തെ ഇതെല്ലാം ഞാൻ പറയുന്നത് കഴിഞ്ഞ തവണത്തെ നോട്ടിഫിക്കേഷൻ നമ്പറൊക്കെ ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്, കാറ്റഗറി നമ്പർ കാണിച്ചിട്ടുണ്ട്. അത് പ്രകാരമുള്ള സിലബസ് കവർ ചെയ്തുകൊണ്ടുള്ള സൂപ്പർ ബണ്ടിൽ ഇലക്ട്രിക്കൽ ബാച്ചും, ഇനി റെയിൽവേ SSC എക്സാംസും കൂടി പഠിക്കണമെന്നുള്ളവർക്ക് സൂപ്പർ ബണ്ടിൽ ഇലക്ട്രിക്കൽ വിത്ത് RRB SSC ബാച്ചും കൂടി നമ്മൾ അങ്ങനെ ഈ 2 ബാച്ച് അല്ലെങ്കിൽ ഈ 3 ലോങ് ടേം ബാച്ചസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതെല്ലാത്തിൻ്റെയും വാലിഡിറ്റി എന്ന് പറയുന്നത് 500 ഡേയ്സ് ഫ്രം ഡേറ്റ് ഓഫ് സബ്സ്ക്രിപ്ഷൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അതിനോടൊപ്പം തന്നെ നമ്മൾ ഈ പറയുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള കേരള PSCയുടെ PYQs ഉൾപ്പെടെ നമ്മൾ നമ്മുടെ ഈ കോഴ്സസിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ഈ +50 ടെസ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ 200 ടെസ്റ്റുകൾ നിങ്ങൾക്ക് കിട്ടുന്ന വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ കിട്ടുന്ന കേരള PSCയുടെ എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും, സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസും, ലെവൽ 3 ക്വസ്റ്റ്യൻസും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ ബാച്ചസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് നേരത്തെ പഠിക്കണമെന്നുള്ളവർക്ക് ഈ പറയുന്ന കോഴ്സസ് അപ്രോച്ച് ചെയ്യാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെൽഫ് സ്റ്റഡി ചെയ്യാൻ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ പ്രിപ്പറേഷനിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു.
ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നടന്നിരിക്കുന്ന എക്സാമിൻ്റെ ട്രെൻഡുകളും കൂടി ഞാനൊന്ന് പറയാം. അതായത് നോക്കുക, കഴിഞ്ഞ 2024-ലും 2025-ലും നടന്ന ഡിപ്ലോമ IT ലെവൽ എക്സാംസിൻ്റെ ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കൽ, ജൂനിയർ ഇൻസ്ട്രക്ടർ ഓവർസിയർ, അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ എക്സാംസ് ആണെങ്കിലും ഹാർബർ എഞ്ചിനീയർ, KW ഒക്കെ ആണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ഒരു 2 വർഷമോ 3 വർഷമോ മുമ്പ് അല്ലെങ്കിൽ അതിന് 2020 മുമ്പ് നടന്ന എക്സാംസിൻ്റെ ഒരു പാറ്റേൺ അല്ല. ഒരുപാട് അനലിറ്റിക്കൽ ക്വസ്റ്റൻസ്, സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റൻസ്, അത് ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റൻസ്. അപ്പോൾ അവിടെ നമുക്ക് മാർക്സ് ഹൈ ആവുന്നതിനെക്കാട്ടിയും കറക്റ്റായിട്ട് മാക്സിമം മാർക്സ് സ്കോർ ചെയ്യുക എന്നുള്ളതാണ് നമ്മളവിടെ ഉപയോഗിക്കേണ്ട സ്ട്രാറ്റജി. അതിന് അങ്ങനത്തെ ക്വസ്റ്റൻസ് അറ്റംപ്റ്റ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ റാങ്ക് ഡിസൈഡിങ് ക്വസ്റ്റൻസ് അറ്റംപ്റ്റ് ചെയ്യണമെങ്കിൽ അത് ഡിപ്ലോമ ലെവലാണെങ്കിലും IT ലെവലാണെങ്കിലും ഡിഗ്രി ലെവലാണെങ്കിലും കോൺസെപ്റ്റ് നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് ആ ലെവലിലേക്ക് എത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ ലെവലിൽ അഡ്വാൻസ് ലെവൽ ക്വസ്റ്റൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഓൾറെഡി തന്നെ നമ്മൾ പലപ്പോഴും നമ്മുടെ ക്ലാസ്സിൽ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്വസ്റ്റൻ ഡിസ്കഷനും കോൺസെപ്റ്റ് ത്രൂ ക്വസ്റ്റൻസ്, റിവിഷൻ ത്രൂ ക്വസ്റ്റൻസ് കാണുമ്പോൾ കുട്ടികൾ ചോദിക്കേണ്ട ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത്. അത് ഞാൻ ഈ പറഞ്ഞ ഈ ക്വസ്റ്റൻ പേപ്പേഴ്സ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതുപോലെ ആയിക്കൂടാന്നില്ല ഇനി വരാൻ പോകുന്ന ഡിപ്ലോമ ലെവൽ എക്സാംസും ഡിഗ്രി ലെവൽ എക്സാംസും. ആ കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. പോയിന്റ് ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ പറയുന്ന എക്സ്പെക്റ്റഡ് ക്വസ്റ്റൻസ് മനസ്സിലാക്കുക, ജനറിക് ആയിട്ടുള്ള ടോപ്പിക്സും ട്രെൻഡിങ് ആയിട്ടുള്ളതും സ്കോറിംഗ് ആയിട്ടുള്ളതും ഹൈ വെയിറ്റേജ് ആയിട്ടുള്ള സബ്ജക്ട്സും ഏരിയാസും ഐഡൻറ്റിഫൈ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു മാറ്റം പ്രതീക്ഷിച്ചുകൊണ്ട് വേണം, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ക്വാളിറ്റേറ്റീവ് അനാലിസിസ് നടത്തിക്കൊണ്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാനും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. പിന്നെ പണ്ട് പല കുട്ടികൾ അല്ലെങ്കിൽ നിങ്ങൾ പഴയ ഗൈഡൊക്കെ വെച്ചിട്ട് പഠിക്കുന്നവരാണെങ്കിൽ അതിലൊരിക്കലും ഈ ഫിഗറുള്ള ക്വസ്റ്റൻസോ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റൻസോ ആപ്ലിക്കേഷണൽ ക്വസ്റ്റൻസോ കാണില്ല. അങ്ങനെ എല്ലാ 2020 ശേഷം നടക്കുന്ന കേരള PSCയുടെ ടെക്നിക്കൽ എക്സാംസ് അത് നിങ്ങളുടെ മനസ്സിൽ എന്തായാലും വേണം. ലോജിക് ബേസ്ഡ് ക്വസ്റ്റൻസ്, ടൈപ്പ് ബേസ്ഡ് ക്വസ്റ്റൻസ്, ഫോർമുല ബേസ്ഡ് ക്വസ്റ്റൻസ്, ഇതെല്ലാം വ്യക്തമായി തരംതിരിച്ച് തന്നെ നിങ്ങൾ പഠിക്കണം. അതൊക്കെയാണ് നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ഈ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ നേരത്തെ സ്റ്റാർട്ട് ചെയ്യുക. ഒരു എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നവരെ വെയിറ്റ് ചെയ്യരുത്. നേരത്തെ കൂട്ടി സ്റ്റാർട്ട് ചെയ്ത് ആ പ്രിപ്പറേഷൻ ലെവലിലേക്ക് എത്തുക. കാരണം നിങ്ങൾ ലെവലിലേക്ക് എത്താനായിട്ട് ഒരു പ്രിപ്പറേഷൻ്റെ ട്രാക്കിലേക്ക് എത്താൻ തന്നെ ഒരു 1-2 മാസം എടുക്കും. അതിനുശേഷമാണ് നിങ്ങൾ ഇൻറ്റൻസീവ് പ്രിപ്പറേഷനിലേക്ക് പോകേണ്ടത്. അപ്പോൾ അതൊക്കെ ഇങ്ങനത്തെ ഈ ഡ്രീം ജോബൊക്കെ സ്വന്തമാക്കണമെന്നുള്ളവർ നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്യുക. പിന്നെ ഈ എക്സാം താല്പര്യമില്ലാത്തവരാണ്, ഇതിൽ നിങ്ങളുടെ ഡ്രീം ജോബ് വേറെ ആണെങ്കിൽ പോലും നിങ്ങൾ വരാൻ പോകുന്ന എല്ലാ എക്സാംസും അറ്റംപ്റ്റ് ചെയ്യുക, അപ്ലൈ ചെയ്യുക. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് റാങ്ക് ലിസ്റ്റ് അല്ല എല്ലാം. പല കുട്ടികൾ ഇപ്പോൾ സബ് എഞ്ചിനീയറിലാണെങ്കിൽ പോലും റാങ്ക് ലിസ്റ്റ് വന്ന ടോപ്പ് 10 ആൾക്കാരിൽ പലരും ഈ പറയുന്ന സബ് എഞ്ചിനീയർ അല്ല ഇപ്പോൾ. കാരണം അവർ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറോ അല്ലെങ്കിൽ മറ്റ് അതിനുശേഷം വന്ന പല പോളിടെക്നിക് ലെക്ചർ എക്സാമോ അങ്ങനത്തെ പല എക്സാംസ് അവരുടെ പ്രിഫറൻസ് തേടി പോയവരാണുള്ളത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ റാങ്ക് ലിസ്റ്റ്, മൾട്ടിപ്പിൾ ചോയ്സസ് വരണമെങ്കിൽ നേരത്തെ പ്രിപ്പയർ ചെയ്ത് ഈ പറയുന്ന ഡിഗ്രി ലെവലാണെങ്കിൽ ഡിപ്ലോമ ലെവൽ എക്സാംസിൻ്റെ ട്രെൻഡ് മനസ്സിലാക്കി തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം, മുന്നോട്ട് പോകണം, അതിന് വേണ്ടി കോമ്പീറ്റ് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു റാങ്ക് ലിസ്റ്റിന് വേണ്ടിയല്ല, ഒരു എക്സാമിന് വേണ്ടിയല്ല നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. എല്ലായ്പ്പോഴും പറയുന്ന പോലെ വേക്കൻസീസ് നോക്കരുത്. നോട്ടിഫിക്കേഷൻ എപ്പോൾ വരുമെന്ന് നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ജോലി എന്ന് പറയുന്നത് ഏറ്റവും മികച്ച രീതിയിൽ പഠിക്കുക എന്നുള്ളതാണ്. അത് നിങ്ങൾ വൃത്തിയായിട്ട് ചെയ്യുക, അതിൽ ഒരു കോംപ്രമൈസും ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡ്രീം ജോബ് എത്താനാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് വരാൻ പോകുന്ന എല്ലാ അവസരങ്ങളിലും എന്ത് ചെയ്യുക, ഈ പറയുന്ന പോലെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക, എല്ലാത്തിലും കല്ലെറിയുക. അപ്പോൾ നിങ്ങളുടെ ഡ്രീം ജോബ് എത്തുമ്പോൾ നിങ്ങൾ അതിൽ എക്സ്പേർട്ട് ആയിരിക്കും. നിങ്ങൾക്ക് ഡ്രീം ജോബ് തന്നെ കിട്ടാനുള്ള സാധ്യത വളരെ 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 കൂടുതലാണ്. ആ രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ബാക്കി ഇതിനെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, സ്റ്റഡി പ്ലാൻ എങ്ങനെയായിരിക്കണം. സ്റ്റഡി പ്ലാനൊക്കെ ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്. നമ്മൾ ഈ സ്റ്റഡി പ്ലാൻ ആണെങ്കിലും നമ്മുടെ സിലബസിൻ്റെ ഡീറ്റെയിൽസ് ആണെങ്കിലും അതുപോലെ തന്നെ നമ്മളുടെ ഈ അപ്രോച്ച് എങ്ങനെയാണ് പ്രിപ്പറേഷൻ, എങ്ങനെയാണ് ഒരു ടെക്നിക്കൽ എക്സാം പ്രിപ്പയർ ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടേക്കുക. നിങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലും ഈ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ട് വേണം നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വീണ്ടും സബ് എഞ്ചിനീയർ ആണെങ്കിലും ഇനി വരാൻ പോകുന്ന എക്സാംസിനെ കുറിച്ചുള്ള വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്. ഈ സെഷൻ ഇൻഫോർമേറ്റീവ് ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീണ്ടും അടുത്ത എക്സാം അപ്ഡേറ്റ്സ് ആയിട്ട് കാണാം. താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺഡ്.